ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറച്ച് നാളായിട്ട് ഞാൻ അവളെ ശ്രദ്ധിക്കുക. ഇവൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, ഉറപ്പാ. ഓ, നീ ഒന്ന് അടങ്ങ് ഗിരിജേ. അതിലെന്താണെന്ന് നോക്കുമ്പോ അറിയാലോ. അതറിഞ്ഞിട്ട് പോരെ കുറ്റപ്പെടുത്തല്. കിരൺ, അവനെ നമുക്ക് മിസ്സായല്ലോ. സാരമില്ല കിരൺ, നമുക്ക് വേണ്ടതല്ല ഈ പെൻഡ്രൈവിൽ തന്നെ കാണും. ഇതിലൂടെ നമുക്ക് അവരിലേക്ക് എത്താൻ സാധിക്കും. അപ്പച്ചി, അപ്പച്ചി. അതെ, അപ്പച്ചി തന്നെ. എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? അപ്പച്ചി, അത് എന്താടി ഈ വേഷം മാറി വന്നാ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? മതിയടി നിന്റെ നാടകം. ഇനി എന്ത് തുണയാ നീ പറയാൻ പോകുന്നത്? ആന്റി, ആന്റി ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ. നിർത്തടാ. ഞാൻ നിന്നോട് വല്ലതും ചോദിച്ചോ? ദേ, ഇവളെയും കൂട്ടിയുള്ള നിന്റെ കറക്കം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. അതിനു മുമ്പ് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് എല്ലാവരും അറിയട്ടെ. അപ്പച്ചി, അപ്പച്ചി, പെൻഡ്രൈവ് ഒന്ന് തിരിച്ചതാ. ഇതിലെന്താന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ഇതിലെന്താന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. അത് ഇവിടെ വെച്ചല്ല, വീട്ടിൽ ചെന്ന് എല്ലാവരുടെയും മുന്നേ വെച്ച്. എന്നിട്ട് നിന്റെ മുഖംമൂടി ഞാൻ വലിച്ചു കീറും. അപ്പൊ നിനക്ക് മനസ്സിലാവും ഈ ഗിരിജ ആരാണെന്ന്. അത് അപ്പച്ചി, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എല്ലാം കൈവിട്ടു പോയി. അല്ല അപ്പച്ചി, ഹലോ, പെൻഡ്രൈവ് എത്തിച്ചോ? അതെങ്ങനെ? എന്ത് നോട്ട്സാ നിങ്ങൾ ഈ പറയണേ? ആരാ നിങ്ങളുടെ പിടിച്ചു മേടിച്ചത്? നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പോക്കറ്റത്തിന് ആൻസർ പറയേണ്ടത് ഞാനാ. ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. എനിക്ക് ആ പെൻഡ്രൈവ് കിട്ടിയേ പറ്റുള്ളൂ. അതൊന്നും എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? അത് കിട്ടിയ ശേഷം മാത്രം എന്നെ വിളിച്ചാൽ മതി, കേട്ടല്ലോ? നീ എത്തിയോ? ചേച്ചി ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ നീ വരട്ടെന്ന് കരുതി. എന്തു പറ്റി? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നെ? വന്നേ, ഇരിക്ക. എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല, നല്ല ടയർഡാ. ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു? അഷിത ഹാപ്പി അല്ലേ? പൃഥ്വി, എന്താ നീയും അഷിതയും തമ്മിൽ വഴക്കുമല്ലോ ഉണ്ടായോ? എന്തു വഴക്ക്? അതെന്താ അങ്ങനെ ചോദിച്ചു? അവള് ഹാപ്പി അല്ലേന്ന് ചോദിച്ചപ്പോ നീ മറുപടി ഒന്നും പറഞ്ഞില്ല. അത് ഞാൻ കേട്ടില്ല. അഷിത ഹാപ്പിയാണ്. ആ കുട്ടി ഒരു പാവ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാ അവള് നിന്നെ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് അവളെ വിഷമിപ്പിക്കരുത്, നന്നായി നോക്കണം. അതിനെന്താ? ശരി ചേച്ചി, ഞാൻ പോയി കിടക്കട്ടെ. നല്ല ക്ഷീണം. ഓക്കെ, ചെല്ല്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവര് രണ്ടുപേരും ബൈക്കിൽ പോകുന്ന കണ്ടിട്ടാ ഞാൻ പിന്നാലെ പോയത്. ചെന്ന് നിന്നത് പിള്ളേര് വെള്ളം അടിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബാറില്ലേ, അവിടെ. പബ്ബോ? ആ, പബ്ബോ എന്തോ ഒരു കുന്തം. അതിനകത്താണെങ്കിൽ സാരി ഉടുത്തെന്ന് പറഞ്ഞോണ്ട് എന്നെ കേട്ടിയതുമില്ല. അമ്മയും മോനും എന്താ ഒന്നും മിണ്ടാത്തെ? എന്തൊക്കെ മോളെ ഈ ഗിരിജ പറയുന്നത്? നീ എന്തിനാ പബ്ബി പോയത്? അത് പിന്നെ അച്ഛാ, അത് സ്കൂളിലേക്കുള്ള ഒരു പെൻഡ്രൈവ് അവിടെ വെച്ച് തരാന്ന് ഒരാൾ പറഞ്ഞിരുന്നു. അത് വാങ്ങാനാ ഞാനും ദുർഗയും പോയത്. ഇതൊക്കെ കള്ളാ നാത്തുനെ. ഈ സാധനത്തിന് വേണ്ടി അവിടെ അടി ബഹളം ഒക്കെ ആയിരുന്നു. എന്താ പെൻഡ്രൈവ്?
ദുർഗ ഇവനും കൂടി ഈ സാധനത്തെ കുറിച്ച് രഹസ്യമായി സംസാരിച്ച നിന്നെടുത്തെന്നാ ഞാൻ ഇത് പിടിച്ചു വാങ്ങിയത്. എന്താടി ഇത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇതിലെന്താണെന്ന് അത് അമ്മ അതിങ്ങതാ. അതിലെന്താണെന്ന് നമുക്കിപ്പൊ തന്നെ നോക്കാലോ. അഞ്ജു, നീ പോയ ലാപ്പ് എടുത്തു. ഞാനിപ്പോ എടുത്തിട്ട് വരാം. കുറച്ച് നാളായിട്ട് ഞാൻ അവളെ ശ്രദ്ധിക്കുക. ഇവൾക്ക് എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് ഉറപ്പാ. ഓ, നീ ഒന്ന് അടങ്ങ് ഗിരിജേ. അതിലെന്താണെന്ന് നോക്കുമ്പോ അറിയാലോ. അതറിഞ്ഞിട്ട് പോരെ കുറ്റപ്പെടുത്തല്. ഇതാ, ഇതാണോ അമ്മ പറഞ്ഞ സാധനം? ഒന്നുമില്ല. എന്താ അതിലൊന്നുമില്ലേ? ഇത് സ്കൂളിലെ ആവശ്യത്തിന് പ്രിന്റ് എടുക്കാൻ തന്ന ചിത്രങ്ങളാ. അതെ, ഇത് വാങ്ങാനാ ഞങ്ങൾ പോയത്. എന്താ ഗിരിജേ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഇനി അപ്പച്ചിയുടെ വാ തുറക്കില്ല മുത്തശ്ശി. ദുർഗേച്ചിയെ കൊടുക്കാനുള്ള പ്ലാനൊക്കെ ചീറ്റി പോയില്ലേ? ആ, ഇതിലെന്തോ കള്ളമുണ്ട്, എനിക്കത് ഉറപ്പാ. ദേ ഗിരിജേ, നിർത്തിക്കോ, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അല്ല, ഇനി എന്തിനാ എല്ലാരും നിക്കുന്നേ? കേറി പോവാൻ നോക്ക്. എന്തേ, കണ്ട കാക്കേനെ പൂച്ചനെ നോക്കിയിരിക്കണോ? കേറി പോടി. ആ, ഓരോന്നും കൊണ്ട് വന്നോളൂ. അതൊന്ന് തരാമോ? ഞാനൊന്ന് ഇറങ്ങട്ടെ ദുർഗെ.